Hello ladies and gentlemen, welcome to another Al Shazam. This is Al Shazam. Before going to നാട് നാളെ ഞാൻ ഒന്ന് 1 വീക്ക് നാട്ടിൽ പോകുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് മായും സനിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നാട്ടിലൊന്ന് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സുബിന് ഇന്നെന്തോ ഒരു ഉദ്ഘാടനം ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒരു കൂട്ടിന് വന്നേ ഉള്ളൂ. അതെ എല്ലാവരൊക്കെ ഓടുകയാണ് ഗൈസ്. 1975 കാലിക്കറ്റ് ഓഫോ 1975 തൊട്ടുള്ളൂ അല്ലേ? എന്താണെങ്കിലും കട കാണാല്ലേ പറയാൻ പറ്റും. ശരിയാണല്ലേ, ഞാൻ മറന്നുപോയി. ഈ ആൾക്കാർ കൂടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്. ഇനി അങ്ങ് വരെ പോണ്ട. വലിയ കട മാഷാഅല്ലാ. ഇതിന് മുന്നേ നിങ്ങൾ ഇതങ്ങ് പൊളിച്ച് നല്ല കാര്യം. അപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് മട്ടൻ ബിരിയാണി കാലിക്കറ്റ് ഓഫ് പീരീഡ്. കൊള്ളാം, വെരി നൈസ്. അതിൻ്റെ ബൂത്തൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല കട. ഇതാടാ മുങ്ങിപ്പോയത് നീയായിരുന്നു. സുബിൻ്റെ പേര് ഒരാൾ കഷ്ടപ്പെട്ട് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച അതിൻ്റെ ഇടയിൽ കൂടെ പോകണ്ട. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. ഇതൊരു പിറ്റ് സ്റ്റോപ്പ് പോലെയാണ്. സോയാ എടാ, നിന്റെ വീഡിയോ 1 മില്യനൊക്കെ അടിച്ച് ഡാപ്സി കൊളാ പഠിച്ച് എനിക്ക് വയ്യ. ഇൻസ്റ്റാഗ്രാമിൽ എസ്കേപ്പിയുടെ ഇതിൽ പോയി നോക്കിയാൽ മതി ഗൈസ്. അവന്റെ മിസ്റ്റർ എസ്കേപ്പിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവൻ എടുത്ത വീഡിയോ, വൈറൽ വീഡിയോ ഞങ്ങൾക്ക് കാണാം. പക്ഷെ അത് അടിപൊളിയാട്ടോ, നല്ല കളർ ടോണും പൊളി. ഇതുപോലത്തെ ഇനി പോരട്ടെ. കൊള്ളാം. ഓ, വാപ്പായി മോനും ഒരേ ബ്ലൂ ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ഈ കാലിക്കറ്റ് ടോപ്പ് വന്നിട്ട് ബിരിയാണി കഴിക്കാതെ പോകുന്നത് മോശമല്ലേ ഗൈസ്? അതുകൊണ്ട് നമ്മൾ ഒരു ബിരിയാണി മേടിച്ച് ഷെയർ ചെയ്യാൻ പോകും. ഇന്ന് നോമ്പാ. അതുകൊണ്ട് നമ്മൾ നോമ്പിന് മുന്നേ അത് ഇവിടുത്തെ മട്ടൻ ബിരിയാണി സൂപ്പറാണ് കേട്ടോ. അതുകൊണ്ട് മാത്രം നമ്മൾ കഴിക്കുന്നു ഗൈസ്. ലെറ്റ്സ് വെയിറ്റ് ഗൈസ്. അങ്ങനെ മട്ടൻ ബിരിയാണി വന്നിരിക്കുകയാണ്. തട്ട് ചുമ്മാ തട്ടറാ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ബിരിയാണി കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇല്ല, നമുക്കിത് മതി. ഇല്ലടാ, നമ്മൾ സെറ്റാണ്. ഞാനും സിനാനും സെറ്റ്. അപ്പുറത്തിനും തെറ്റി പൂരിയായ വാടാ അറ്റാക്ക്. പണ്ട് മാറി. ശരി. ഓ മാൻ ടെൻഡർനെസ് ഉണ്ടോ ഗൈസ്? തട്ടിക്കോ, ഒന്നും നോക്കണ്ട. സ്മൂത്ത് റൈസും നല്ല മണവും എല്ലാം സൂപ്പർ മട്ടനും. എൻ്റെ അമ്മച്ചി നല്ല ആവശ്യത്തിന് എരി, നല്ല കിടില മസാല, രക്ഷയില്ലടേ മാൻ. ദിസ് ഇസ് മസ്റ്റ് ട്രൈ. ഒന്നും പറയാനില്ല കേട്ടോ. അത് മട്ടൻ്റെ വേവൊക്കെ ഉണ്ടല്ലോ, എക്ദം പൊളി. ഞാനത് കഴിച്ചിട്ട് വരാം ഗൈസ്. ഐ എം വെരി സോറി. ഭയങ്കര ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ആ മട്ടൻ അങ്ങ് വന്നതാ. ഞാൻ കഴിച്ചിട്ട് വരാം. ഐ എം സോറി. ഇവിടെ ഒരു ബിരിയാണി ഉണ്ടായിരുന്നു ഗൈസ്. സിനാനാണ് മൊത്തം കഴിച്ചത്. നല്ല എരി, ചമ്മന്തി ഉണ്ടോ, എല്ലാം കൊള്ളാം. സലാഡ് കൊള്ളാം, പിക്കളും കൊള്ളാം. ബിരിയാണി ഔട്ട് ഓഫ് ദ വേൾഡ്. ഇതൊരു ടേസ്റ്റ് അടിപൊളി. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇരുന്നതാണ്. അത് പോവും, പക്ഷേ ഫുഡടി ഞാൻ ഉപേക്ഷിച്ചില്ല ചേട്ടാ. എന്നെ കൊണ്ടാ പറ്റൂല. ഷാജി ചേട്ടാ, എന്നോട് ബിരിയാണി സൂപ്പർ. ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതാണ് കഴിച്ചത്? ഉമ്മാരെ ബിരിയാണി, മുമ്മാരെ ബിരിയാണി, നാട്ടിലെ ബിരിയാണി, നെയ്ബറിന്റെ ബിരിയാണിയാ. സുബിന്റെ നെയ്ബറിന്റെ ബിരിയാണി അത്രയും കിടലൂ. അതെന്തിനാണത്? അതൊന്ന് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. അതെ, സത്യം പറഞ്ഞു തന്നെയാണോ നെയ്ബറിന്റെ ബിരിയാണിയാ? അത്ര അടിപൊളിയാണ്. ഡസ് യുവർ ഫാദർ നോ അബൌട്ട് ദിസ്? വരട്ടെ, ചോദിക്കാം. മിസ്റ്റർ സുബിൻ, കം ഹിയർ. ഞാൻ അവൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അവനൊരു വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ് എനിക്ക് തന്നത്. അവൻ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതെന്ന്. ഞാൻ വിചാരിച്ച അവൻ നിങ്ങളുടെ റാണിയർ ഉമ്മാരെയോ നിങ്ങളെ ഉമ്മാരെയൊക്കെ പറയുമായിരിക്കും നെയ്ബറിന്റെ ബിരിയാണി എന്ന്. എനിക്ക് പായസം വേണോ? നല്ല ബിരിയാണി അല്ല, പക്ഷേ നെയ്ബർ നല്ല ബിരിയാണിയാണ്. അതെന്ത് ബിരിയാണിയാ?
അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവര് പലതരത്തിലുള്ള ബിരിയാണി ഉണ്ട്. മന്തി ഉണ്ടാക്കും, മജ്ബൂസ് ഉണ്ടാക്കി. ഏത് രാജ്യക്കാരി? അവര് കോഴിക്കോട് അടിപൊളി ഭക്ഷണം. എപ്പോഴും ആഴ്ചയിൽ 2-3 ദിവസം ആ വീട്ടിൽ നിന്ന് ഭക്ഷണം നമുക്ക്. അതപ്പോ വേറെ ലെവൽ ബിരിയാണി ആയിരിക്കും ഇപ്പൊ അത്. വെള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞ പോലെ. അടുത്ത പ്രാവശ്യേ കുറച്ച് പാർസൽ കൊണ്ട് പറഞ്ഞേ. ഞാനീ കേൾക്കണ്ട. അപ്പൊ എന്തായാലും നൊമാഡിയൻ ഓൺ ദ വേ ആണ് ഗൈസ്. ഓ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അല്ലേ? ഒന്നും പറയാനില്ല, അടിപൊളി. എല്ലാവരും വിചാരിക്കും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ അതെ 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 അടിപൊളിയാണ്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു ഇതെനിക്ക് എപ്പോഴും നമ്പർ 1 ആണ്. ഓ ഇത് പക്ഷെ അത് താൽക്കാലികമായി പ്രവർത്തനത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് നമ്പർ 1 ആയത്. ഇതിപ്പോ പ്രവർത്തനം തുടങ്ങി. എന്റെ പ്രശ്നമല്ലല്ലോ, പ്രവർത്തനം തുടങ്ങി. ഒരു രക്ഷയില്ല, അടിപൊളി ബിരിയാണി. ഇല്ലടാ അടിപൊളി ബിരിയാണി അല്ലേ? നമ്പർ 1 എടാ സൂപ്പർ അല്ലടാ. മറ്റേ വേടേ അവന്റെ കാര്യം പഠിച്ചോണ്ട് മാത്രമേ നമുക്ക് ആരും പഠിക്കാൻ പറ്റില്ല. ഇവിടെ എത്തിന്നാണ് പറഞ്ഞത്, പക്ഷേ നോ ഐഡിയ. എടാ നൊമാഡിയ വാട്ട് എ ബിരിയാണി മാൻ. ഓ മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഇതാണ് മട്ടൻ ബിരിയാണി. ഊഫ്. എടാ പാടാ ജുമേറെ പോണം. വേണ്ട വേണ്ട അടിപൊളി. എടാ പക്ഷെ കഴിക്കില്ല നീ, നമുക്ക് പോണം അവിടെ. അപ്പൊ കഴിച്ചിട്ട് വരും ഗൈസ്. നമ്മൾ ഇനി അകത്ത് ഇറങ്ങാൻ ഞാൻ മോശം. നമ്മളിവിടെ ചില്ല് ചെയ്യാൻ പോകുന്നു. ബിരിയാണി വാസ് ഫെന്റാസ്റ്റിക്. മസ്റ്റ് 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 ട്രൈ. നിങ്ങൾ കരാമ ഏരിയയിൽ വരികയാണെങ്കിൽ ഞാൻ പറയും ചിക്കൻ ബിരിയാണി ആൻഡ് ചിക്കൻ ബിരിയാണി ഫ്രം മെഹഫിൽ. ഇവിടെ ചിക്കൻ ഞാൻ കഴിച്ചിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് ആ ലഗൂൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവം. പക്ഷെ ഇവിടുത്തെ മട്ടൻ ചിക്കനോട് കഴിച്ചിട്ട് ഞാൻ പറയാം. അതുവരെ എനിക്ക് ചിക്കൻ മെഹഫിലാണ് എൻ്റെ ഫേവറേറ്റ്. വെള്ളം തുറക്കുന്ന സിക്രാൻ, വെള്ളം തുറന്ന സിക്രാൻ, വെള്ളം കുടിക്കുന്ന സിക്രാൻ, അങ്ങോട്ട് നോക്കിയ സിക്രാൻ, വെള്ളം അടച്ചു വെച്ച സിക്രാൻ, ചിരിക്കുന്ന സിക്രാൻ, ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കണ്ണി കുത്തി. ഞാൻ കണ്ട കൂറ ചെറുക്കന്മാരടുത്ത് പോയി ചോദിച്ചേക്കണം ഞാൻ ആരാണ്. ഈ നാട്ടിലെ പിള്ളേർ ചോരടാ അറിയാത്തവരാന്ന് മനസ്സിലാക്കി. ഓ ബിരിയാണി ലീഫ് വന്നു, ബിനേന ലീഫ്. നമ്പർ 2 ബിരിയാണി വന്നിരിക്കുകയാണ്. മട്ടൻ ബിരിയാണി വന്നിരിക്കുന്നത് നമ്മൾ ജുമ കഴിഞ്ഞിട്ട് നേരെ കാലിക്കറ്റ് ടോപ്പ് ഫോമിൽ വന്നിട്ടുണ്ട്. അതും ക്ലോക്ക് ടവറിലെ അല്ല, കരാമയിലെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്. പറഞ്ഞു പോന്നോ? ഞാൻ കഴിക്കട്ടെ. ചർമ്മം പോലെ മുതലും കഴിക്കട്ടെ. ഒരു രക്ഷയില്ല മോനെ, കഴിക്കടാ. കൊറേ നേരം വിട്ട് കഴിഞ്ഞില്ല ഏറ്റവും. എക്സൈറ്റ്മെന്റ് ആണ്. നല്ല എരി, നല്ല മസാല, നല്ല ചോറ്, മസാല. ഇനി ബാക്കിയുള്ളത് കിട്ടോ? ചമ്മന്തി, പപ്പടം, ഇതായിരിക്കും. ടോപ്പടെ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഇല്ലേണ കട്ടൻ ചായ, കട്ടൻ ചായ. ഏത് ചൗക്ക് ചൗക്കിനൊക്കെ തട്ടി സെക്കൻഡായി സത്യം കേട്ടോ. അത് നിങ്ങൾ അവിടെ വന്ന് കഴിച്ചാലേ മനസ്സിലാവും. ഒരു രക്ഷയില്ല. വേറൊരു കാര്യമുണ്ട്, അവിടുത്തെ ബിരിയാണിക്ക് 18 റംസ് ഉള്ളൂ. ഇവിടെ എന്തായാലും 22 റംസ് ഉണ്ടാവും. കണ്ടിട്ട് സൂപ്പറോളജി പറഞ്ഞ നമ്പർ 1 ബിരിയാണി ഇല്ല. ഞാൻ പറയുന്നു കാലിക്കറ്റ് ടോപ്പമാണ് നമ്പർ 1 ബിരിയാണി. അത് ഓൾറെഡി ഇവിടുത്തെ ഫസ്റ്റ് ബൈറ്റിലെ അത് പറഞ്ഞു. നമ്പർ 1 അന്നും പറഞ്ഞു, അന്ന് ഞാൻ റാനിയും പറഞ്ഞു. എല്ലാവരും കറക്റ്റാ പറഞ്ഞു. ബിക്കോസ് ആ വീഡിയോയിൽ കറക്റ്റ് ഉണ്ട്. ഒരു പകുതി ബിരിയാണി എന്ന് പറഞ്ഞ് കയറിയതാണ്. ഈച്ച ബിരിയാണി ഇതിനൊക്കെയാണ് ആക്ച്വലി അക്ഷൻ ബിരിയാണി എന്ന് പറയുന്നത്. അത് ഞാനും എഗ്രി. ഓരോ കടയിലൊക്കെ ബിരിയാണി ഉണ്ടാക്കി വെച്ചത് കാണണം. ബിരിയാണിയോ നെയ്ച്ചോറാണോ ബിരിയാണിയാണോ? ഇന്നലെ അവിടെ പട്ടിണിയായിരുന്നു ഗൈസ്. ഇത് നമ്മൾ പ്രൊമോഷൻ അല്ലേ ചെയ്യണത്. ഞാൻ കാര്യമായിട്ട് ഞാനും പറയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബിരിയാണിയൊന്നും അല്ല, മൈൻഡ് ഉണ്ടെങ്കിൽ 2 എണ്ണം പോകും. ഇത് എത്ര പെട്ടെന്ന് തീർന്നു. സത്യമായിട്ട് ഞാൻ ചുമ്മാ പറയണല്ല, 2 ബിരിയാണി ഈസി ആയിട്ട് പോകും. ഇത് ഒരു ഫുള്ളാണ്. അപ്പൊ ഇത് വന്ന് തട്ടിട്ട് പോണ ഈസി ആയിട്ട് 2 എണ്ണം കഴിക്കാൻ പറ്റും. ഈസി. ഇതുപോലെ ഫിനിഷ് ആകാം. ഒരു പള്ളി ഉറക്കം കഴിഞ്ഞ് നൊമാഡിയൻ. എവിടെ പോകും?
തലവേദന പൊട്ടി പൊളിയും. സ്റ്റോപ്പ്, ഒരു ഫുൾ സ്റ്റോപ്പ് വേണം. എപ്പോഴെങ്കിലും റെസ്റ്റ് ഒക്കെ കൊടുക്കണം ബോഡിക്ക്. ഇപ്പം കൊമ മാത്രം ഇട്ടാ പോരാ. അതെ, വല്ലപ്പോഴൊക്കെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം മിസ്റ്റർ നൊമാഡിയൻ. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ? G63 വാങ്ങാൻ വേണ്ടിട്ട് ഭയങ്കര ഹാർഡ് വർക്കിലാണ്. ബിരിയാണി കഴിച്ചോണ്ട് രക്ഷപ്പെട്ടല്ലേ? സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്. സ്വപ്നം ഞാൻ കുറച്ച് ഉറങ്ങിയത് അതിനകത്ത്. ഡീപ് സ്ലീപ്പിൽ പോയി. അങ്ങനെ ഇരിക്കുന്ന ഗൈസ്, നമ്മുടെ യാസർ ഭായ് ഇതിന്റെ അകത്തുണ്ട്. നമ്മൾ എവിടെയെന്നറിയോ? കാർദാക് കബാബ്, നമ്മളുടെ ഫേവറേറ്റ് കബാബ് സ്ഥലമായ കാർദാക്, അവിടെ തന്നെ ഇരിക്കുന്നു യാസർ ഭായ്. നീ താടിയൊക്കെ ഷേപ്പ് ചെയ്യാത്ത? മുടി ഷേപ്പ് ചെയ്തില്ല? സമയമില്ല. V60 ക്ലാസിക്കാ, പുതിയ ടീഷർട്ട്. അത് കണ്ട ഗൈസ്, മെർച്ച്. ബാക്കിൽ ബർഗർ ഉണ്ടോ? ആ ശരിയാണല്ലോ, നിന്റെ വണ്ടിയാ? കൊള്ളാലേ. എന്റെ ഒരു ഗിഫ്റ്റ് എവിടെയെങ്കിലും വെക്കാം. വല്ല B60 ഫ്രീ. ഇതൊക്കെ അൽത്തമാം. നിന്റെ കളർ കിട്ടിയില്ല കേട്ടാ വണ്ടിയില. വേണേ നീ അടിച്ചോ. ഇനി നീ എന്താ ചെയ്യണമെന്നറിയോ? ഇതിനനുസരിച്ച് നീ എന്റെ വണ്ടിയുടെ കളറാണ്. കൊള്ളാം കേട്ടോ. ഞാനും ഒന്ന് പേടിച്ചു കേട്ടാടേ. ഫ്രണ്ടിലുള്ള ഗ്ലാസ്സേ ഗ്ലാസ് ലോ ക്വാളിറ്റി ആയിരുന്നു. ഇത് തുറന്നാണ് വെക്കാനുള്ളത്. എടാ കടയിൽ വെച്ചോട്ടോ, സൂപ്പർ ആയിരിക്കും. ആ അത് ശരിയാണല്ലേ. വെക്കുകയാണെങ്കിൽ ഏത് കടയിൽ വെക്കും? വീട്ടില്. വീട്ടിലല്ല, കട വീടാ. നൈസ് അല്ലേ? അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതാ നിന്റെ അനിയൻ കൊടുക്കണേ. പറഞ്ഞ ആളായിട്ട് ചോദിച്ചോണ്ടിരിക്കുക. നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. ആ രസമുണ്ട്. ലവളെവിടെ? മെഹന്തി. അബുദാബി. Oh hi. I'm good. They have their We love your restaurant. in Turkey. Okay. Oh nice. Yeah, we came. Here with relatives. When we had food. Yeah. First time. We all were there. Yeah, I remember. Yeah. Very nice You should food. go all together to Turkey. Inshallah. Yeah, inshallah. We'll plan something. Yeah, sure. നമുക്ക് ഇങ്ങനെ ചെയ്യാം. We just go to Turkey just to have this from there. Yeah. I've been to Turkey. Hey, ഇതാണ് മറ്റേ വാച്ച്. ഇത് അവളെ ഗിഫ്റ്റ് അല്ലേ? PRX. കൊള്ളാം, നല്ല ഷെയ്ഡ്. ബ്ലൂ. ഇതല്ലേ രണ്ടെണ്ണം ഉണ്ട്, പച്ചയും നീലയും. ബ്ലൂ മറ്റേതല്ലേ ഓട്ടോമാറ്റിക് പവർ മാറ്റിക്. ഇത് കോട്സ്. ഇയാള് യവന് കാണിച്ചു. യവൻ ഒറ്റ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ബിരിയാണി ഓർഡർ ചെയ്താലോ? വേണ്ട, കബാബ് ഉണ്ടല്ലോ. ഞാനിവിടെ വന്ന് 8 മിനിറ്റ് 20 മിനിറ്റ് ഞാൻ കാത്തിക്കുന്നത്. പിന്നെ വിളിച്ചപ്പോൾ 8 മിനിറ്റ്. ഞാൻ പറഞ്ഞു, ഞാൻ യഥാർത്ഥ സത്യം ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥ സത്യം എന്ന് വെച്ചാൽ സത്യം ഞാൻ പറഞ്ഞു കഴിക്കേണ്ട ഞങ്ങൾക്ക് പോവാന്ന് പറഞ്ഞതാ. അതെ. അപ്പൊ ഷാസ്ബോ ഒരു ഡയലോഗ് അടിച്ചു. അല്ല, കബാബ് ഞങ്ങൾ ഓൾറെഡി കഴിച്ചതല്ലേ, ബിരിയാണി ആണെങ്കിൽ ഇതാണ് സത്യം. ഇതല്ലാതെ ഇതല്ല സത്യം. ഇതാണ് സത്യം. ഞാൻ പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞുതരാം സത്യം. ഞാൻ സത്യം പറയാം. ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ അടുത്ത് ഞാൻ വന്ന് ചാടി ഇറങ്ങി. അപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലേ, ബിരിയാണി സൂപ്പർ. എടാ ഞാൻ ആദ്യം പറയാം ഒരു സത്യം. ഞാൻ എന്തായാലും പറയാം. ഞാനൊരു സൂപ്പ് കുടിച്ചു. യവനാണ് കഴിച്ചത്. ഒരു ഫുൾ ബിരിയാണിയാണ് കഴിച്ചത്. പകുതി എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ബിരിയാണി ഞാൻ പകുതി കഴിച്ചുള്ളൂ. സത്യം പറയല്ലേ, ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞത് പോലും ഇല്ല. ഇന്ന് ഇന്നോഗ്രേഷൻ ആണെന്ന്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇല്ല, നിങ്ങൾ ഇന്നോഗ്രേഷൻ എന്ന് പറഞ്ഞില്ല. സോഫ്റ്റ് ലോഞ്ച് എന്താ ഇന്നോഗ്രേഷനോ? റിബൺ കട്ടിങ് കണ്ടില്ലേ? സോഫ്റ്റ് ലോഞ്ച്. സോഫ്റ്റ് ലോഞ്ച് എന്റെ പറയാ. സോഫ്റ്റ് എന്റെ നമ്മളെ കൂടെ സോഫ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞ ഈ പറയണ ആളെ വിളിക്കുന്നു, ഫുഡ് ഇങ്ങനെ കഴിപ്പിക്കുന്നു. ഇതൊക്കെയാണ് സോഫ്റ്റ് ലോഞ്ച്. ഇത് അവിടെ 10 ജനം. നമ്മൾ നോക്കിയ അവസാനം മര്യാദക്കടല്ലേ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കാൻ ഇറങ്ങണത്. അതുകൊണ്ട് നമ്മൾ കഴിച്ചു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ് കബാബ് ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല, ബിരിയാണി അടിക്കാന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീഴണോ? അല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞ വീഴും. ചീക്ക് ഓഫ് ടേസ്റ്റ് ഉണ്ടാ?
ചീക്ക് ഓഫ് ടേ. എന്ത് കോഫ്തെ? ചീക്ക് ഓഫ് ടേ. ഇത് മറ്റേ റോ മീറ്റ് ചീക്ക് ഓഫ് ടേ റോ മീറ്റ് അല്ല, ഇത് വെജാ. ഇറ്റ് വോണ്ട് ബി മീറ്റ്. ഇറ്റ്സ് പ്രോട്ടീൻ, ഹൈ റിച്ച് പ്രോട്ടീൻ. സൂപ്പാടേ. ലെന്റിൽ സൂപ്പ് നല്ലതാണ്. ലെന്റിൽ. പണ്ണാക്കിയതാടാ. ഇതും ലെന്റിൽ സൂപ്പാ? ഇത് റെന്റൽ സൂപ്പ്. ഇത് അവന്റെ റെന്റ് എടുത്തതാ. എടാ മൈക്ക് പരിപാടി അടിപൊളിയല്ലേ ഇവന്റെ? ബദാം 1 കിലോ. ആ ഐഡിയ ആര് കൊടുത്തെന്ന് ചോദിക്കാൻ എനിക്കറിയാം നിങ്ങളോട്ട്. എടാ എന്നിട്ട് അതിന് അവൻ പറയൂലേ ഏത് ആ കോണ്ടന്റില്? ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എനിക്ക് നീ പറയണ, ഞാൻ പറഞ്ഞോളാം. ഗൈസ് ഇപ്പൊ മൈക്ക് വെച്ച് കോണ്ടന്റ് ചെയ്യണം. എന്റെ ഐഡിയ ഞാനാണ് കൊടുത്തത്. ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മള് എന്ത് ചെയ്യാത്ത ഐഡിയ സ്റ്റാർ സിംഗർ അത് മനസ്സിലുണ്ടായിരുന്നു. ചെമ്മീൻ ചമ്മന്തിയാ? ഇതാ കീച്ച മുളക്. നമ്മളെ അടുത്ത മുളകല്ലേ ഉണ്ടമുളക് ടേസ്റ്റ്. മുളക് ഇരിക്കില്ല. എടാ മീറ്റ് വരെ ഉണ്ടെന്ന്. നാടുകളിന് ശേഷം പിന്നെ പനക്കൽ വന്നത് മറ്റേത് ഗൈസ് ഇവിടെ ഇരുന്നൊരു പിക്കിൾ ഉണ്ട്, അത് തീർന്ന്. സലാഡ് തന്നു. സലാഡ് മതി. വാട്ടർ മെലൻ സലാഡ്. എന്തോന്ന്? അയ്യേ മനക്കിലേക്ക് നല്ല ടേസ്റ്റ്. രസമില്ലേ? കൊള്ളാം കേട്ടോ. അവിടെ തുടങ്ങാം. ഈ പച്ചമുളക് കൊള്ളാവേ. അയ്യോ സോറി. കൊള്ളാം കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സാലഡ്, സൂപ്പ്. കണ്ടാ? നൈസ് അല്ലേ? കടിച്ചുവിട്. വെള്ളമുളക് ഒറോട്ട് കടിച്ചുവിട് നീ. ഒറോടെ മിണ്ടായി ചെറുങ്ങനെ മീറ്റ് കഴിക്കാം. നീ കഴിക്കണ്ടാ. സോ അടുത്ത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഇഫ്താർ സെറ്റ് മെനു ആണ്. ഓ അതാണ് ഈ വന്നോണ്ടിരിക്കണത്. വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പഴേ പറഞ്ഞില്ല സെറ്റാണ്. അപ്പഴേ പറഞ്ഞു സെറ്റ് സാധനം. കാര്യങ്ങളൊക്കെ അറിയാം. കണ്ടപ്പോ എല്ലാം മനസ്സിലാവും. മറ്റേ വാക്കെന്തേലും മറന്ന് പോട്ട്. ശരി, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചാല് കഴിഞ്ഞ വർഷത്തെ അറ്റ്ലസില് ബെസ്റ്റ് 100 നമ്മള് ഈ അത് നോക്കിയിട്ടാണ് ബർഗേഴ്സ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തത്. 9th ബെസ്റ്റ് ഒരു കബാബ് ഉണ്ട് ഇവിടെ. ഈ വർഷം ആ കബാബ് തന്നെ 5th ആണ്. എന്ന് വെച്ചാൽ 2025 5th 9th നേരെ ആൾക്കാർ കബാബ് ഉണ്ടാക്കാൻ മറന്നു. ആ കബാബ് ഇപ്പം നോർമലി അങ്ങനെയല്ലടാ, 8th 5 പോയെന്നു. തോറ്റുപോയി. നമ്പർ എടാ മോളിലോട്ട് പോയടാ. കാര്യങ്ങൾ അറിയാമേ. തോറ്റുപോയോ? തോറ്റുപോയി അല്ല അങ്ങനെയല്ലേ പറഞ്ഞ 8th 5 ചാടിയെന്നല്ലേ ഞാൻ പറഞ്ഞപ്പോ കറക്റ്റ് തന്നെ. ആൾക്കാർ കബാബ് ഉണ്ടാക്കാൻ മറന്നു. പാരഗണുള്ള ആരെങ്കിലും പാരഗഡ് ഇപ്പൊ എന്തോ മുക്കിൽ കയറിയില്ല. പിന്നെയും അറ്റ്ലസ് അത് ലെജൻഡറി ബിരിയാണിക്കാണ്. ലെജൻഡറി റെസ്റ്റോറന്റ് അതിന്റെ ഐക്കോണിക് ഡിഷായിട്ട് തെരഞ്ഞെടുത്തത് ബിരിയാണിയാണ്. 11th നിന്നെന്തോ അതെനിക്കറിയില്ല. അത് ഫസ്റ്റ് 20 എന്തോ അവരുണ്ട്. പാരഗൺ ലെജൻഡറി റെസ്റ്റോറന്റ് ഭാഗമായിട്ട്. എന്തുകൊണ്ട് ടോപ്പ് ഫോം ഇല്ല? ഇത് ടോപ്പ് ഫുഡില്ലേ ഫുഡ് ഫസ്റ്റ് ഇറ്റലി ഇതൊക്കെയാണ്. പക്ഷെ ടർക്കിഷ് ഈ ഒരു ഡിഷ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം 9 ഈ വർഷം 5 നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഇത്തവണ എടുക്കുന്നുണ്ട്. ഓ 5ാമത്തെ സ്ഥാനത്തുള്ള 5ാമത്തെ സാധനം എടുക്കുന്നത്. അതും ഇവിടുത്തെ ഓണറെ ആ നാട്ടിൽ ആ നേറ്റീവ് നിന്നാണ് പുള്ളി. ടർക്കി ആ സാധനം കണ്ടുപിടിച്ച ആ കബാബ് കണ്ടുപിടിച്ച സിറ്റിയിൽ ടർക്കിയല്ല തോർത്ത്. അസുറുൻ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അസുറുൻ എന്ന് പറഞ്ഞ സിറ്റിയുടെ ഡിഷാണ് അസുറുൻ. എന്ന് വെച്ചാൽ ഇപ്പൊ ബുർസ പോയ ബുർസയിലാണ് ഇസ്കന്ദർ ഉണ്ടായത്. ഇസ്കന്ദറും ഡിഷ് വരുന്നുണ്ട്. അത് ബുർസയുടെ ഫേമസ് ഡിഷാണ്. അതുപോലെ അദാന കബാബ് ഇല്ല. അതുകൊണ്ട് അദാനയിലെ സ്ഥലത്ത് സിറ്റിയിൽ കണ്ടുപിടിച്ച ഡിഷാണ്. അങ്ങനെ ഓരോ ഡിഷ് ഉണ്ട്. ആ കബാബ് വരുന്നുണ്ട്. ആ കബാബ് ഇപ്പൊ വരുന്നുണ്ട്. ഇതാണ് ചീക്ക് ഓഫ് ടേ. ഇത് നമ്മൾ വിചാരിക്കും പക്ഷേ അല്ല, നല്ല എക്സ്പെൻസീവ്. പേര് അറിയാം. ഇത് കൊഫ്താണ്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇതാണ് ഇഫ്താറിന് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ പോണ സാധനം. ഡേറ്റ്സും പകുതി അടിച്ച ഗ്രേപ്സ് അല്ല, ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സും ഒലീവ് ഓയിലും ഒലീവും ചീസും ഇത് വെച്ചിട്ട് നോമ്പ് തുറക്കണം. എസ്പെഷ്യലി നോമ്പെടുക്കുന്ന സമയത്ത് ഇത് അടിപൊളി ന്യൂട്രീഷണൽ ബെനിഫിറ്റ്. ബുൾഗർ അറിയോ? റൈസ് ചെറുത്. അത് വെച്ചാണ് റൈസും ഉണ്ടോ? ഇത് അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് വെച്ച് ഇല വെച്ചോണോ കഴിക്കാനുള്ള? രാത്രി എനിക്ക് ഉറങ്ങണം. നിങ്ങൾ ലേറ്റ് ആയിട്ട് അറിയാം. അല്ലേ കുഴപ്പമില്ല. അല്ല വേണ്ടാത്തോണ്ടാ, ഞാൻ മീറ്റ് അയച്ചോളാം. അല്ലല്ല ഞാൻ ഇത് കഴിക്കാറില്ല. ഇവൻ കഴിക്കും. പിന്നെ നല്ല റിയാക്ഷൻ കൊടുക്കണേടാ. രാത്രി 3.5 കിലോ ഇറങ്ങിയത്. 3 കിലോ ഇറങ്ങിയത്. ആർസെന്റല്ലേ നോക്കുവായിരുന്നു. എന്തുവായി സാധനം, എന്തൊക്കെ ഇന്നും ഒന്നില്ലെന്ന് വന്നതല്ലേ ഡബി. അവൻ ഇട്ട് റിയാക്ഷൻ
എടാ മോശം കാണിക്കരുത്, പൈസ അടിക്കുന്ന. ശരിക്കും പറ. ആ ഓക്കെ. സാധനം എല്ലാവർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പക്ഷെ നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് ഗായ്സ്. ആ മന്തി മറ്റേ സാധനം മറ്റേ നിങ്ങൾ പറഞ്ഞ നമ്പർ 1. ഫിഫ്ത് ഇൻ ദ വേൾഡ്. ഇതാണ് കേട്ടോ, ഇതാണ് ഫിഫ്ത്ത് ലോകത്തിലെ 5th ബെസ്റ്റ് കബാബ്. 2026 2020 യെസ്. ഒരെണ്ണം തിങ്ങടാ. ഇതാണ് ജാക്ക് കബാബ്. ജാക്ക് കബാബ്. CAG എന്നാണ്, പക്ഷേ പ്രൊണൗൺസിയേഷൻ ജാ എന്നാണ്. CAG എന്നാണ് ഇതിന്റെ സ്പെല്ലിംഗ്. You want one more? യെസ്, we need one more. So good. Amazing. No, but it's okay. What's the flavor? Oh. Only the meat. That's all. Salt. Yeah, that's all. There's no any other thing. We marinate it with black pepper and salt. Is it lamb? Done. ഓ Ah, അടിപൊളി. Normally in Turkey, we are using wood fire to cook it. But here not possible under the buildings, that's why we are good. And I made one, and as you can see, it's not normally, but I'm good. കിടിലം കേട്ടോ. നോക്കി ഇതിന്റെ ഇത് കണ്ടോ, ഫാറ്റല്ലേ? മീറ്റ് സോൾട്ട് ടേസ്റ്റ്. ചുമ്മാ അല്ലേ 5th. അത് അത് ലാമ്പാണ്. ലാമ്പ് തന്നെ ഒരു അറിയാലോ, വെരി ഡിഫറെന്റ് ഫ്ലേവർ. എസ്പെഷ്യലി ലാമ്പ് എവിടെ നിന്ന് വരുന്നത്? അല്ല ലാമ്പ് എന്താ സാധനം? ചെമ്പരിയാണ്. ഇയാളൊക്കെ തന്നെ ചെമ്മരിയാടോ? ചെമ്പരി അന്ന ചെമ്പരി തന്നെ. അത് ഷീപ്പാണത്. ഷീപ്പല്ലേ? ലാമ്പ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഒരു ലാമ്പാന്ന് പറഞ്ഞ ലാമ്പല്ലേ? ലാമ്പ് എന്ന് വെച്ചാൽ പറ ഏതാണ്? ഗോട്ടല്ല, ബോട്ടല്ലാന്ന് എനിക്കും അറിയാം. ഷീപ്പിന്റെ ഇടയിലുള്ളത്. ഷീപ്പിന്റെ ഷീപ്പിന്റെ ഏതിന്റെ ഇടയിൽ? ഇതിന് നാണോ എന്റെ ഇടയിൽ കറിയപ്പെടുത്തേക്ക് ആരും ഫേസ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ പുരുഷനെ കുടിക്കുന്ന യാസർ, മന്തി സെർവ് ചെയ്യുന്ന സിബിനോളജി. സിനാന് ദേഷ്യം വരുന്നുണ്ട്. സിബിനോളജി പറയുന്നത് കേൾക്ക്. മറ്റവൻ കിളി പറഞ്ഞിരിക്കുകയാണ്. സിനാനെ നീ അവനെ മൈൻഡ് ചെയ്യണ്ട. മന്തി ബ്രെഡില്ലേ? ബ്രെഡ് ബ്രെഡും മീറ്റും അങ്ങനെ. അവസാനം ഈ തന്നാ മതി മൊത്തം. എനിക്ക് 4-5 പീസ് ഹിറ്റായില്ലേ? നീ ഇത് കഴിച്ചിട്ടില്ലല്ലേ ഇവിടുത്തെ? സാധനം. Too good. This one is better. More juicy. I like it to eat jack kebab, more juicy, less cooked. Nice. Bismillah. എന്റെ അവല്ലോ ഇങ്ങനെ മോനെ ഇത്തിരി ചൂട് കാണും തോന്നല്ലേ? ലാമ്പ് ഫാൻസ് ആണെങ്കിലില്ല, വെരി ഹോട്ട്, ബി കെയർഫുൾ. എടാ കഴിച്ചാ നീ? അവിടെ എക്സ്ട്രാ ഓർഡർ ചെയ്ത് കൊടുക്കാം. പെണ്ടാബുലസ്. കഴിച്ചാന്നാ? അതിന്റെ നല്ല ഷോട്ട് അല്ല അവ കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനാ. സോറിടാ കുട്ടാ, ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റ്. മന്തി പാറ്റ് മറ്റേ ഫാസ്റ്റ് പാസിൽ നല്ല ചോറ്. ഇവരെന്റെ മുന്നിൽ കൊണ്ടൊന്ന് വെച്ചിട്ട് പോയി. അതാണ് കബാബ്. അതാണ് കബാബ്. അതാണ് കബാബ്. അതാണ് കബാബ്. നമ്മളെ മെയിൻ ആയിട്ട് എത്തിയ ഇതന്നെ പോകാറുണ്ടോ? അത് മണ്ണെണ്ണ ഒഴിച്ച് ചൂടാക്കിയതാണ്. അത് വിറവ് കത്തത്തില്ലായിരുന്നു. പുള്ളി അടുത്ത ആഴ്ചക്കുള്ള പാക്കിങ് ചെയ്യാം. തുടങ്ങല്ലേ? ഇവിടെ ഞാനൊരു ഫുൾ ബിരിയാണി ഒക്കെ ഇട്ടു. നിനക്കതറിയോ? നമ്മളെല്ലാരും കഴിച്ചേ നിങ്ങളില്ല. അത് അവിടെ പോയി അതായിരിക്കും നല്ലത്. എന്തുണ്ടോ എന്തൊക്കെയാണോ വയ്യേ? ഇന്നലെ ഷോട്ട് എടുത്തിട്ടില്ല. മാറ്, ഞാൻ കഴിക്കട്ടെ. ഷോട്ട് ഇവിടെ സെറ്റ് മെനുവിലെ ഷോട്ട് കിട്ടിയല്ലേ? അപ്പൊ എന്താണെങ്കിലും ഗൈസ്, നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്.
ഓ 5 മണിയായി, സമയം പോകണമെന്ന് അറിയില്ല. നല്ല ഫുഡാണ് ഇവിടെ, വിത്തൗട്ട് എനി ഡൗട്ട്സ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് മെടനെ കഴിക്കാം. വിത്തൗട്ട് എനി ഡൗട്ട്സ് ഇല്ലേ? വിത്തൗട്ട് ഷുഗർ ചായ. ഹാ ഗൈസ്, അങ്ങനെ ഷാർജയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ചായ കുടിക്കാൻ തോന്നി. അതുകൊണ്ട് നമ്മൾ മഷാദിൽ വന്നിരിക്കുകയാണ്. സുലൈമാനി. പക്ഷേ ഞാൻ ചായയാണ് കുടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്ത് ഹാജീസ് ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പെർഫ്യൂമും കൂടെ മേടിക്കണം. നാളെ ഞാൻ പറയാം, ചെറുതായിട്ടൊന്നൊരു 1 വീക്ക് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് വേണ്ടി ഒരു 2 പെർഫ്യൂം മേടിക്കുന്നു. കാര്യം കഴിഞ്ഞു. ഓ യാ, വി ആർ ഗോയിങ് ടു ബൈ സം പെർഫ്യൂം ഫ്രം അൽ ഹാജീസ്. ഗൈസ്, അങ്ങനെ അൽ ഹാജീസ് പെർഫ്യൂം വന്നിരിക്കുകയാണ്. ടു ബൈ സം അല്ല, 2 പെർഫ്യൂം മേടിക്കാൻ വന്നതാണ്. നല്ല കാര്യം. ഓഫറൊക്കെയാണ്. വെൽ ഡൺ. എനിക്ക് വയലറ്റ് സമാനിയും ഇമേജ് കിട്ടില്ലോ. ഗൈസ്, നിങ്ങൾ ഈ ബ്രാൻഡ് ഒന്ന് നോക്കി വെച്ചോ. അമോജ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. നല്ല കത്തിയുമാണ്. 100 ml 1500 ദർഹമൊക്കെയാണ്. കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഞാൻ എൻ്റെ സാമ്പിൾ മണത്തിട്ടുണ്ട്. കിട്ടില്ലോ, വേറെ ലെവൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പെർഫ്യൂം മേടിച്ചു. ഇനി നേരെ ചായ കുടിക്കുന്നു. നൊമാഡിനെ കൊണ്ട് തട്ടുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നു. അങ്ങനെ മഷാദിലെ കല്ലുമക്കായി നിറച്ച് ഏറ്റവും ബെസ്റ്റ് കല്ലുമക്കായ കമ്മിങ് ഫ്രം വണ്ണൻപള്ളി മഷാദ്. നമ്മുടെ ചായ എടുത്തെടുത്ത് എപ്പോഴും പറയുന്ന കാര്യമല്ലേ, തലശ്ശേരിക്കാരെ വെല്ലുവിളിക്കാൻ തലശ്ശേരിക്കാര് മാത്രമേ ആവും, വേറെ ആർക്കും. കൊല്ലത്തെ ആഞ്ചലിൽ നിന്ന് നമ്മുടെ സ്വന്തം നൊമാഡിയൻ അഞ്ചൽ ഉറങ്ങി. ഇതേപോലെ അവനെ നേരത്തെ നിന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെ ഇടയി വീട്ടിൽ പോയിരുന്ന എന്നെ നമ്മൾ നമ്മൾ ജാഥയ്ക്ക് പോവുകയാണ്. എന്തരാണെങ്കിലും നമ്മൾ ഹോം ബേക്കറിയിൽ വന്നിട്ട് ഇവരെനിക്കൊരു കേക്ക് വാങ്ങിച്ചിരുന്നു. നമ്മളത് മുറിക്കുന്നു. അതാണ് ഇന്നത്തെ ഒരു പരിപാടി. ഇല്ലടാ, കേക്ക് വാങ്ങിച്ചിട്ട് മുറിക്കല്ലേ? എന്തിനാണെങ്കിലും ഫുൾ അറബ്സ് ആണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ പണി കിട്ടും. ചോക്ലേറ്റ് വേണ്ട. എടാ, എന്റെ ബർത്ത്ഡേ, നമുക്ക് സ്ലൈസ് എടുക്കാം. ഒരു സ്ലൈസ് കൊടുക്കും. അല്ല, അവനും മാസ്ക് അല്ല വേണ്ട. ഒരു മാസ്ക് വാങ്ങിക്കാം. It's my birthday. No, that one. No, we'll take the and one slice. ഒരു സ്ലൈസ്. No problem. Take us to the Ferrero's. and take yours. It's his birthday. അവൻ enjoy ചെയ്യട്ടെ. Enjoy ചെയ്യട്ടെ. ആരില്ലടാ. Your wish. I'll give you the message. Hello. മുന്നേ മുടി വെട്ടണം. കേറി മുടി വെട്ട്. വാ. കേറി മുടി. പ്രാന്തനോ? മുടി വെട്ട്. അവിടെ എന്റെ മുടിയൊന്നും വെട്ടാന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് ക്യാൻഡിലൊക്കെ വെച്ചോണ്ട് വരും. നമ്മൾ മുറിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നു. ഇവിടെ തന്നെ കഴിക്കാം. ഞാൻ എന്റെ ട്രീറ്റ് ഹോം ബേക്കറി ഓർഡർ ചെയ്തോ. മേരാ വക ഫുഡ്. സുമിനോട് പരിപാടി ചെയ്ത് സുമിനോട് പറഞ്ഞു ഷസാമിനോട് കൊണ്ട് ഷസാം തന്നെ പൈസയും കൊടുത്തോളൂ, കേക്ക് മേടിക്കാം. എന്റെ കാശുണ്ട്. ഇവിടെ പൈസ ഇല്ല. വേണ്ട, നമ്മൾ ഓർഡർ ചെയ്തേ ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നൈസ് ലെവന്റെ V60 വന്നു ഗൈസ്. ഒരു ഷോട്ട് എടുത്ത് V60 ആൻഡ് അമേരിക്കയാണ്. കോഫി ഇൻ ഹോം ബേക്കറി. V60 എത്യോപ്യൻ. നീ ജസ്റ്റ് ഒന്ന് എടുക്ക്, നമുക്ക് സൗണ്ട്. ഞാൻ അവിടെ കഫിക്കാനേരാ ഞാൻ പോയി തട്ടുകട മോൺ ബ്ലാക്ക്. ഇതൊരു this is a Brazilian Americano hot and V60 Ethiopian cold. What is V60? Yasir. V60 is the process of ഫോട്ടോ എടുത്തോട്ടെ. പറഞ്ഞോ. filtering coffee. പറ നേരമായിട്ട്. ബർത്ത്ഡേ പാട്ട് ഫോട്ടോ എടുക്കണം. എടാ, നമ്മുടെ വീഡിയോ ഹാപ്പി എന്റെ ബർത്ത്ഡേ കമോൺ യേ ഹാപ്പി ബർത്ത്ഡേ ടു യു Happy birthday to you. Happy birthday dear Shaz. Happy birthday to you. താങ്ക് യു. നമ്മളൊരു വലിയ ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ കേക്ക് സെലക്ട് ചെയ്തിട്ടില്ല. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് സെലക്ട് നമ്മൾ ഇത്രയും നമ്മുടെ ഈ പവർ ഗ്രൂപ്പ് എന്ന് വെച്ചാല് നമ്മുടെ പവർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇത്രയും നല്ല ഫ്രീഡവും അതേപോലെ അവരുടെ ഇഷ്ടത്തിന് കേക്കും എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ആരുണ്ടാവും സുഹൃത്തുക്കൾ? ഇങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടോ? ഉണ്ടോ? ഫ്രീഡം കൊടുക്ക. അപ്പുറത്തന്നെ ഹോസ്റ്റലുണ്ടല്ലോ. അപ്പം ഞങ്ങള് ഷസമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് ചൂസ് ചെയ്തോളൂ. കേക്ക് വന്നിരിക്കുകയാണ്, 2 തരത്തിലുള്ള കേക്ക്. ഹോം ബേക്കറിയിൽ നിന്ന് ചീസ് കേക്കും സാദാ കേക്കും ചോക്ലേറ്റ് കേക്കും 2 കേക്കും. ചോക്ലേറ്റ് കേക്കും പിന്നെ ഞങ്ങളൊരു ഭയങ്കര വാശിയായിരുന്നു പവർ ഗ്രൂപ്പിന്റെ ഷസമിന്റെ ബർത്ത്ഡേ കേക്ക് ഞങ്ങള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവര് കട്ട് ചെയ്യുന്നത്.
അതൊരു വാശിയാണ്. അത് ഇച്ചിരി വാശിയുള്ള കൂട്ടത്തിലാണ്. താങ്ക് യു. അപ്പൊ തുടങ്ങാല്ലേ? ഓ ഒരു ഫോട്ടോ എടുക്കട്ടെ. ചിരിച്ചേ അണ്ണ അന്ന് ചിരിച്ചണ്ണ. ഇതിന്റെ ആദ്യത്തെ കേക്കാണ്. അവനിവിടെ ഷാർജ വരെ കൊണ്ടുവിടാൻ വേണ്ടി അവൻ ആസ്ഫൃതികമായി ചെയ്തു. നടത്തി. അതായത് ഞങ്ങള് പ്ലാൻ ചെയ്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഴിക്കാൻ ആഗ്രഹിച്ച ലാവ കേക്കിന് കേക്ക് സ്ഥലത്താണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവന്റെ ഒറ്റ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിപ്പോയത്. അയ്യോ അതായിരുന്നു. യെസ്, അത് കുഴപ്പമില്ല. വേറെ സ്കീമുണ്ട്. സർപ്രൈസ് ആണ് തരാൻ പോകുന്നത്. നീ പോടാ. കിടിലം കേക്ക് സുബിനെ. ഇത് ഒരു ഐറ്റമാണ് മോനെ, ഒരു ഐറ്റമാണ് സാർ. എല്ലാ സൈഡും അതൊരു ഐറ്റമാണ് മോനെ. ഓ ഞാൻ വീഡിയോ ഐറ്റം ഇല്ലല്ലോ, ഒരു പൈസ എന്റെ അമ്മോ, വരുമല്ലോ. എന്റെ അമ്മോ, ചീസ് കേക്ക് അല്ല ഞാൻ പറഞ്ഞത് കഴിക്കാറ്. മനസ്സിലായോ? This is കിടിലം of the fantastic. ഗൈസ് അങ്ങനെ ആ ചീസ് കേക്ക് തീർന്നു ഗൈസ്. അയ്യോ തീർന്നിട്ടില്ല, സൈഡിലുണ്ട്. ആ സൈഡിലുണ്ട്, പക്ഷെ തീർന്നതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. പക്ഷെ അതിന്റെ നടുക്ക് കിട്ടണം. നടുക്കാണ് ഇതൊരു ടേസ്റ്റ് ആണ് ഇത്. എത്ര ഭയങ്കര കത്തിയാട്ടോ ഇത്. സത്യം ഇത്രയും നല്ല ക്വാളിറ്റി സാധനല്ലേ. നമ്മൾ 5 ആൾ അടിപൊളിയായി കഴിച്ചില്ലേ? അതെ. എന്താണെങ്കിലും കേക്ക് കഴിച്ചു. താങ്ക് യു സോ മച്ച് ഗൈസ്. വന്നിട്ട് നമുക്ക് ട്രീറ്റ് സെറ്റ് ചെയ്യാം. ആ സമയത്ത് ഇങ്ങനെ വിടുന്നത് നിങ്ങൾ വേഗം പോയിട്ട് വാ. ആ സമയത്ത് ഈദായിരിക്കും. അപ്പൊ ഒരു ഇഫ്താർ എന്റെ വക ഇൻഷാ അല്ലാ. സെറ്റ്. എല്ലാരും നോമ്പെടുക്കണല്ലോ. അവ എടുക്കൂല. അല്ല, അന്ന് എല്ലാവരും നോമ്പ് നീ നോമ്പെടുക്കുന്നുണ്ടോ? ഇവർ ഇഫ്താർ ദിവസം എല്ലാവരും നോമ്പെടുക്കണം. ദുബായ്. ഓ അപ്പൊ സെറ്റ്. എന്റെ വക ഒരു ഇഫ്താർ. ഓർമ്മയുണ്ടോ നമ്മള് ഗ്രാൻഡ് ഹോട്ടലിലൊക്കെ പോയത്? നാട്ടിൽ പോയില്ലേ? ഞാന് നോമ്പുണ്ടായില്ലല്ലോ അവിടെ. ഇല്ലായിരുന്നു. നോമ്പിന് മുന്നേ സോറി ഗൈസ്, ബൈ. വീണ്ടും നമ്മൾ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് തബഖൽ ഇജാസി. ഇത് ചെയ്തില്ല ആരും. അത്ര ഞാൻ ചെയ്യില്ല. ചെയ്തില്ല. ഞാൻ ചെയ്യാം. ആരും ചെയ്തില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഇത് മറ്റേ ഡ്യൂട്ടി ചെയ്തത്. അല്ലെന്ന് അവൻ ഇങ്ങനെ കറക്കി ഇങ്ങനെ ഇടും. അതല്ല, ഇത് വേറെ. ഇത് കണ്ടോ ഇവിടെ ഇരിക്കണം. ഇല്ലില്ല, ജസ്റ്റ് പഴയ ഫോൺ, അതുകൊണ്ട് കുഴപ്പമില്ല. പുതിയ വന്നിട്ടുണ്ടല്ലോ. ഫോം എടുത്തുകൊണ്ടിങ്ങനെ കാണിക്കരുതാ. പുതിയ ഫോണിലാണ് ചെയ്ത്. തലമട്ടയ്ക്ക് ഞാൻ കൊടുത്തത്. അങ്ങനല്ലടാ. അല്ലടാ, അവന്റെ ഡിസ്റ്റൻസ് നോക്കി. കണ്ടോ കണ്ടാ? ഇനി നോക്കിയോ? നിങ്ങൾ ഭാര്യ 2 മക്കളൊക്കെ ഉള്ളതാണ്. ആ കണ്ട് 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 കണ്ട്. അഹങ്കാരം. Never do this at home. Don't do this at home. പക്ഷെ വേറെ കാര്യം അറിയോ? ഒന്നും പറ്റത്തില്ല. അതാണ് 14 പ്രോ. ഞാൻ നിങ്ങളെ കാണിച്ചത്. ബെസ്റ്റ് ഫോൺ 16 അല്ലല്ല, 14 അടി. 40. ശരി 14. 14 പ്രോ ഇപ്പൊ കംപ്ലൈന്റ് ആയി. എടാ എത്ര തറ വീണടാ. ഒരു വിഷയമില്ലടാ. ഒരു വിഷയമില്ല. 15 പ്രോ കംപ്ലൈന്റ് ഫോൺ എവർ. നല്ല ക്വാളിറ്റി. വേറെ കാര്യം കേട്ടോ, സെക്കൻഡ് ഹാൻഡ് ഇവൻ വിൽക്കും കേട്ടോ. ഈ ഫോൺ ആരും വാങ്ങിക്കരുത്. സെക്കൻഡ് ഹാൻഡ് വിളിക്കും. ആരും മേടിക്കില്ല. സെക്കൻഡ് ഹാൻഡ് കേട്ടോ. സെക്കൻഡ് ഇല്ല, ഞാൻ മേടിക്കാതിരിക്കാതെ ആർക്കും കൊടുക്കത്തൊന്നുമില്ല. നീയൊക്കെ ഇനി എത്ര രൂപ തരത്തില്ലടാ. ഇങ്ങനല്ല നിങ്ങൾ ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്നത്. ഓ എനിക്ക് ഏറ്റവും ചിരിയത് കണ്ടന്റ് അറിയോ? പിന്നെ ഞാൻ ഇത് ക്രിസ്മസ് ആണല്ലടാ, എല്ലാവർക്കും ഗിഫ്റ്റ് അതല്ല, ഞാൻ ചിരിച്ചില്ലേ. എന്നാ എന്റെ പാട്ട് പിന്നെ ഞാൻ ക്രിസ്മസ് അപ്പൂനല്ലേ ഞാൻ വീഡിയോ ഇടും. ഞാൻ ഗിഫ്റ്റ് കിട്ടിയല്ലേ നമ്മളുടെ ക്രിസ്മസ് അപ്പനായ ഷസാമിന് ഗിഫ്റ്റ് കൊടുക്കാൻ അറിയാം. നിങ്ങളെ വെറുതെ പറ്റിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ ക്രിസ്മസ് മാറി ഓണത്തിന് വന്ന ഷസാം എനിക്ക് ഗിഫ്റ്റ് വന്നിരിക്കുന്നു. ഓണത്തിനാണ് ഐ എം ഗെയിം. ഓണത്തിന് അയം ഗെയിം ഒന്നുമല്ല അത്. മറ്റേ ഗിരീഷ് ഏടി നിവിൻ പോളി പടം. എന്തോന്നോ ഒരു പടമാണ്. ഗിരീഷ് പ്രേമലു. പിന്നെ വേറൊരു പടം വരുന്നുണ്ട്, മോഹൻലാലിന്റെ ആണെന്ന് തോന്നുന്നു. ഒരു പടം വരുന്നുണ്ട് ഓണത്തിന്. വേറെ സെപ്റ്റംബർ. പക്ഷെ എന്തെന്നായാലും അത് വിജയിച്ചാലും ഇല്ലെങ്കിലും ദൃശ്യം തൂത്തുവാരും.
ഓക്കെ സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയം. ഞാൻ പറഞ്ഞ ദൃശ്യം എത്ര അടിക്കും? എനിക്ക് ദൃശ്യം ഞാൻ 50 കോടി easy. 100 കോടി 150. 100 കോടി 50. ഇവരാണ് ടാക്സ് 62 രണ്ടുപേരും പറഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞാൻ 150 കോടി. 2 കോടി എനിക്ക് അറിയണം. 150 കോടി, നീ 100 കോടി, 150. ഞാൻ 100 കോടി 100 65, പടം കോമഡി ആയിരിക്കും. 50 കോടി, എത്ര കോടി അടിക്കുന്നതാ? എത്ര കോടി അടി? 80. 80 കോടി. പക്ഷേ 100 കോടി ഓൾറെഡി എനിക്ക് ഉണ്ടാക്കിയില്ലേ? തന്നോ? Rights കൊടുത്തല്ലോ. ഞാൻ കളക്ഷൻ അല്ല, ഞാൻ പറയുന്നത് കളക്ഷൻ 100 കോടി ഓൾറെഡി ഉണ്ടാക്കി. സാറ്റലൈറ്റ് അതൊന്നും കിട്ടിയിട്ടില്ല. അത് already ബോക്സ് ഉണ്ടാക്കി. ഓഫീസ് കളക്ഷൻ, ഉണ്ടാക്കിയേ ബോക്സ് ഓഫീസ് അതില് പറയുന്നത് അതിനെ satellite. പറഞ്ഞത്. ആ. അത് മറ്റേത് OTT. അപ്പൊ ഞാൻ OTT മാത്രമല്ല ബോളിവുഡ് റൈറ്റ്സ് ആരിത്? നീ എങ്ങനെ എത്തി? നേരത്തെ വിളിച്ച അബുദാബിക്കാരനെ ഇവരാണോ? അല്ല സഫർ. ആ ഞാൻ ആ ഇവൻ പക്ഷേ ഔട്ട്ഫിറ്റ് കറക്റ്റാ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇതും കൂടെ വിരിക്കണം, എല്ലാം കിട്ടും. യുഎയിൽ ആരും ചെയ്ത പരിപാടി ഏഷ്യയിൽ ആരും ചെയ്തു. അല്ല മീന റീച്ചൻ പറയും. ഒരു 2 പുഷ് പിടിച്ചോ. ഇതാണോ ലെഫ്റ്റ്? ഇത് ഇവിടെ ചെയ്യുന്നവർക്ക് എടാ ഫസ നോക്കി. ഈ ഫോൺ ഫസയില്ലേ? പിന്നെ തോന്നുന്നു ഫോണിത്. ഈ ഫോൺ ചെയ്യടാ, ഓരോന്ന് ചെയ്. ആ ഫോൺ കൊടു. പിന്നെ എന്റെ ഫോണ് ഇത് ചെയ്യുന്നവർക്ക് സ്വന്തം റിസ്കിൽ ചെയ്യുന്നവർക്ക് 500 നീ ഫോൺ കൊടുക്കണം. അല്ലല്ല, നീ ഫോൺ ചെയ്യണം, അവന്റെ ഫോൺ കൊടു. അയ്യോ അതെന്തുവാ ഇന്ന് നീയല്ലേ ചലഞ്ച് ചെയ്താ? ചെയ്യുമ്പോൾ സ്വന്തം ഫോണിൽ ആ ചെയ്യണം. സ്വന്തം ഫോൺ ഞാനിത് നാട്ടിലെ ഫോണിൽ സ്വന്തം ഫോൺ അവൻ ഫോൺ കൊടുക്കണം. ഇല്ല സ്വന്തം ഫോണിൽ ചെയ്യണ്ട കേട്ടോ. മറ്റുള്ളവരുടെ കാശ് കൊണ്ടടാ. കവർ കറങ്ങിയോ? അങ്ങനല്ല കറയും. പിന്നെ ഫോൺ ആയിരുന്നെങ്കിൽ പിന്നെ അത്യാവശ്യം ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെ പിടിക്കും. ഞാൻ പിടിക്കുന്നത് എന്റെ കൈ നോക്കണം കേട്ടോ, ഇങ്ങനെ ഇരിക്കണം. എത്ര റൊട്ടേഷൻ? അത് നിങ്ങൾക്ക് ഇഷ്ടം നോക്കിയോ. 1 2 3 ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ഞാനിങ്ങനെ ഇരിക്കണം. 1 2 3 ഞാനിങ്ങനെ ഇരിക്കണം. എന്റെ 10 പിന്നെ 1 2 ആ 3 എന്നാ പിടി. കണ്ടോ 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 എന്റെ റൊട്ടേഷൻ അപ്പുറം പോണം. അതെ ബെഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. പുറത്ത് കയറണം. അതെ അല്ല ഇത് ചെയ്യായിരുന്നു. അന്നാ വേണ്ട അന്നാ വേണ്ട ഒരു 6 എണ്ണം പിടിക്കും. മാറ അല്ല സെയിം ആയിട്ട് ഒരു 250 500 വേണ്ട. ടൈറ്റാ. കണ്ടോ ഓക്കെ. വേറെ വലിയ വിളിപ്പ് കേട്ടോ, വലിയ വിളിപ്പ്. ഇങ്ങോട്ട് മാറി നിൽക്കി. അങ്ങനെ ഫിഷ് വന്നിരിക്കുകയാണ്. നല്ല ഫിഷ് ആണ്, നല്ല ഫിഷ് ആണ്. സൂപ്പർ ആണ്. സൂപ്പറാണ്. കഴിച്ചിട്ട് അഭിപ്രായം ഒന്നും പറയാനില്ല, ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഞാൻ ടയർഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് വീട്ടിൽ പോകുന്നതായിരിക്കും. നല്ല സാധനം എനിക്കറിയാം. ഹെഡ്സെറ്റില്ല, നത്തിങ് ഇല്ല. കൊള്ളാം. ബൈഡാ. അപ്പൊ ടാറ്റ പറഞ്ഞോ. ഡേയ് നൊമാഡി ടാറ്റ. ദുബായ് 1 വീക്ക് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഞാൻ പോവുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നേരെ നാട്ടിലാണ്. നാട്ടിൽ വ്ളോഗ് നോക്കട്ടെ. നാട്ടില് ഇപ്പൊ പണ്ടത്തെ പോലെ കോണ്ടന്റ് ഒന്നുമില്ല. എല്ലാം അല്ല കോണ്ടന്റ് ഇല്ലാത്തോണ്ടല്ല, സനിയുണ്ട്. I have content. നാട്ടിൽ നോ ബ്ലോഗ്. ഞാൻ പോയിട്ട് വരാടാ. ശരി. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ വേണ്ട. വേണ്ട ഇപ്പം വരും. വേണ്ട ടിക്കറ്റ് ഇപ്പം എടുക്കും. വരണ്ടെന്ന്. അപ്പൊ ഞാനൊന്ന് പോയിട്ട് തള്ളുകയാണ്. നിങ്ങളൊന്ന് വരാൻ പറഞ്ഞാൽ ഞാൻ വരില്ല. പറ്റും. അത്രയും പ്രൊമോഷൻ അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ വിളിച്ചാൽ വരും. പറ്റും. ഇവിടെ ഒരു അബുദാബി വിളിച്ചിട്ട് വന്നു. നിങ്ങൾ പറ. എടാ നോമാഡിയോ വാടാന്ന് പറ. വേണ്ട. പൈസ ഉണ്ടായി ഗൈസ്. ഒരു ദിവസം 3 4 വീഡിയോ ചെയ്യാനാണ് ഞാൻ ആഴ്ച ഞാൻ ഒരു ദിവസം 3 4 ദിവസം ഒന്ന് വെച്ച് ഇപ്പൊ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാനിപ്പോ ലിസ്റ്റ് നോക്കിയപ്പോ 45 പ്രൊമോഷൻ ഓർഗാനിക് എന്ന് പറഞ്ഞ് ചെയ്യുന്ന എല്ലാ പ്രൊമോഷൻ നമ്മളെ പറ്റിക്കാണ് ഗൈസ്. പറ്റിക്കാണ്, നമ്മളെ പറ്റിക്കപ്പെടുകയാണ് ഗൈസ്. എല്ലാരും കഞ്ഞി കുടിക്കട്ടെ. 40 അതെ കഞ്ഞി കുടിക്കുന്നതിന്റെ റീസൺ വരുന്നുണ്ടല്ലേ. നോമ്പ് കഞ്ഞിയും വരുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്താണെങ്കിലും ഓക്കെ. അപ്പം എല്ലാവർക്കും ടാറ്റ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. എന്താണ് ശരി ബൈ പറയണം.